ഈ BE BTech ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിന് SAP യിൽ എന്തൊക്കെയാണ് സാധ്യതകളുള്ളത്? ഇന്ന് ഏറ്റവും കൂടുതൽ SAP യിൽ സാധ്യതയും മുമ്പോട്ട് കരിയറിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സാലറിയിൽ എത്തിച്ചേരാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് BE ആൻഡ് BTech വിഭാഗം. ഒരു ടെക്നിക്കൽ ഏരിയ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് BTech അല്ലെങ്കിൽ BE എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് SAP യിൽ ABAP, തിയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾസ് അവരെ വളരെ ഹയസ്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് പോകാനായിട്ട് സഹായിക്കും. നല്ല സാലറിയും കിട്ടും അവർക്ക് മാർക്കറ്റിൽ. അതുപോലെ തന്നെ മറ്റ് ബ്രാഞ്ചുകളിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ EEE, EC ഇതുപോലുള്ള ഏത് ബ്രാഞ്ചുകളിലുള്ളവർക്കും SAP യിൽ അവർക്ക് അനുയോജ്യമായ ധാരാളം മൊഡ്യൂളുകളുണ്ട്. ടെക്നിക്കലായിട്ടുമുണ്ട്, ഫങ്ഷണലായിട്ടുമുണ്ട്. മെക്കാനിക്കലൊക്കെ എടുത്തിരിക്കുന്നവർക്ക് ഇന്ന് പ്രൊഡക്ഷൻ പ്ലാനിങ് അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അതല്ലെങ്കിൽ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ഇത്തരത്തിലൊക്കെയുള്ള മൊഡ്യൂളുകൾ പഠിക്കാവുന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ സാലറി അത്രമേൽ അട്രാക്റ്റീവ് ആയിരിക്കില്ല. ഒരു 8 lakh rupees ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. പക്ഷേ ഒരു 2 to 3 years ഡൗൺ ദ ലൈൻ കരിയറിൽ അവർക്ക് എഞ്ചിനീയറിംഗിലെ ഏത് മേഖലയിൽ കിട്ടുന്നതിനേക്കാളും വലിയൊരു സാലറിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. 2 to 5 lakh rupees മന്ത്ലി സാലറിയിൽ എത്തിച്ചേരാൻ മാക്സിമം ഡൗൺ ദ ലൈൻ ഒരു 5 years മതിയാവും. അപ്പോൾ ഞാൻ പറയുന്നത് എഞ്ചിനീയേഴ്സ് ഡെഫിനറ്റ്ലി SAP സെഗ്മെൻറ്റിലേക്കും കൂടെ ഒന്ന് നോക്കണം എന്നാണ്.